ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ഫ്ലക്ച്വേഷനെ കുറിച്ചാണ്. എനർജി ഫ്ലക്ച്വേഷൻ. നമുക്കറിയാം, ഒരു കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ എനർജി എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് E-Δ/2 മുതൽ E+Δ/2 വരെയുള്ള ചെറിയൊരു റേഞ്ചിൽ മാത്രമാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത്. മാത്രമല്ല, കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ ഫോർമാലിസം എന്ന് പറയുന്നത് അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയം ടെമ്പറേച്ചറാണ് അവിടുത്തെ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മൈക്രോ കാനോണിക്കിൻ്റെ കേസിൽ അതിൻ്റെ ഫോർമാലിസം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയം അതുപോലെ എനർജിയുമാണ് അവിടുത്തെ. മൈക്രോ കാനോണിക്കിൻ്റെ കേസിൽ എനർജിയാണ് അവിടുത്തെ മാക്രോ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ കാനോണിക്കലും മൈക്രോ കാനോണിക്കലും എന്ന് പറയുന്നത് എൻ്റയർലി ടു ഡിഫറെൻറ്റ് ഫോർമാലിസം ആണ്. അതായത് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് ഫോർമാലിസം ആണെന്ത്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് അപ്രോപ്രിയേറ്റ് തിയറി ആണെന്ത് കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നതും മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നതും. പക്ഷേ ഈ രണ്ട് റിസൾട്ട് വെച്ചിട്ടും അല്ലെങ്കിൽ രണ്ട് ഫോർമാലിസം വെച്ചിട്ടും നമുക്ക് കിട്ടുന്ന തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് കാനോണിക്കൽ എൻസെമ്പിൾ വെച്ചിട്ട് നമ്മളൊരു തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ്, ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലുള്ള തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യുകയാണ്. അതുപോലെ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ വെച്ചിട്ട് നമ്മളൊരു തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ദിസ് ആർ ഐഡൻറ്റിക്കൽ. അതായത് രണ്ട് ഡിഫറെൻറ്റ് ഫോർമാലിസം ആണെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഇക്വലൻസ് അല്ലെങ്കിൽ ഈ ഒരു ഐഡൻറ്റിക്കൽ വരാനുള്ള കാരണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് ഫോർമാലിസാണ്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമാലിസാണ്. ബട്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇക്വലൻ്റ്. ഹൗ ദിസ് ഇക്വലൻസ് ഈസ് കം, അതാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എനർജി ഫ്ലക്ച്വേഷൻ, ഒരു ഫ്ലക്ച്വേഷൻ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് എനർജീൻ്റെ കേസിലായതുകൊണ്ടാണ് നമ്മളത് കാണുന്നത്. കാരണം എനർജിയിലാണ് അവിടെ വേരിയേഷൻ ഡിഫറെൻ്റ്. അതായത് കാനോണിക്കൽ എൻസെമ്പിൾ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വേരിയേഷൻ വരുന്നുണ്ട്. മൈക്രോ കാനോണിക്കൽ ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പ്രോബബിലിറ്റി, സ്പ്രെഡ് ചെയ്യാനുള്ള സിഗ്നിഫിക്കൻറ്റ് പ്രോബബിലിറ്റി ആയിട്ടുള്ള എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ റേഞ്ച് ഏതാണെന്നാണ് നമുക്കിനി ഇതിൽ നിന്ന് മെഷർ ചെയ്യേണ്ടത്. ഈ ഒരു റേഞ്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണോ, അതല്ല എന്തുകൊണ്ടാണ് ഐഡൻറ്റിക്കൽ കിട്ടാനുള്ള കാരണം എന്നൊക്കെ. ആ ഒരു ആക്ച്വൽ എക്സ്റ്റെൻഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് എനർജി 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആക്ച്വൽ എക്സ്റ്റെൻഡ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ പ്രെഡിക്റ്റ് ദാറ്റ്. ഈ രണ്ട് ഫോർമാലിസം ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും എങ്ങനെയാണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇക്വാലൻസ് വരുന്നത് എന്നത് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാണാനുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് ഫ്ലക്ച്വേഷനാണ് നമുക്കിതിൽ കാണാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് തിയറിയാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഒരു ക്വാണ്ടിറ്റി നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ അസ്യൂം ചെയ്യാണ്. അതിൻ്റെ ഫ്ലക്ച്വേഷൻ കാണാമെന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ഈക്വൽ ടു ഡെൽറ്റ എഫ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മൈനസ് ആവറേജ് വാല്യൂ. ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൽ നിന്ന് ആവറേജ് വാല്യൂ മൈനസ് ചെയ്താലാണ് നമുക്ക് ഫ്ലക്ച്വേഷൻ കിട്ടുക. ദറ്റ് ഈസ് എഫ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ്. എഫ് എന്ന് പറഞ്ഞത് അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ മൈനസ് ചെയ്താൽ വി ഗോട്ട് ദ ഫ്ലക്ച്വേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ്. ഇനി നമുക്ക് സ്ക്വയർ ഫ്ലക്ച്വേഷൻ നമുക്ക് കാണണം. സ്ക്വയർ ഫ്ലക്ച്വേഷൻ കാണാൻ വേണ്ടി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പോൾ സ്ക്വയർ ചെയ്യാണ്. ദാറ്റ് ഈസ് എഫ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എഫ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് എന്നെഴുതാം. അപ്പോൾ എഫ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ മൈനസ് 2f ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിൻ്റെ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ കാണണം. മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയർ
മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷനാണ് നമുക്കിനി കാണേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടി സ്ക്വയർ ഫ്ലക്ച്വേഷൻ നമുക്കറിയാം, അതിൻ്റെ മീൻ വാല്യൂ അതായത് ആവറേജ് വാല്യൂ നമുക്ക് കണ്ടാൽ മതി. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ എഫ് സ്ക്വയർ നമുക്ക് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ, സോ എഫ് സ്ക്വയർ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ മൈനസ് ഇവിടെ വീണ്ടും എക്സ്പെക്റ്റേഷൻ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓൾറെഡി ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വീണ്ടും കണ്ടാൽ ദാറ്റ് നമുക്ക് കിട്ടുന്നത് സിമിലർ റിസൾട്ടാണ്. അതായത് ഒരു എക്സ്പെക്റ്റേഷൻ ക്വാണ്ടിറ്റിയുടെ വാല്യൂവിൽ നിന്ന് നമുക്ക് വീണ്ടും എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുകയാണെങ്കിൽ വി ഗോട്ട് ദ സിമിലർ റിസൾട്ട്. സോ എഫ് സ്ക്വയർ, സോ സോറി ദിസ് ഈസ് പ്ലസ്, കാരണം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നതാണ്. സോ എക്സ്പെക്റ്റേഷൻ എഫ് ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് എന്നതായിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ഹോൾ സ്ക്വയർ മൈനസ് 2 എഫ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് സ്ക്വയർ എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ വി ഗെറ്റ് എഫ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദിസ് ഈസ് ദ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ. മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ എഫ് സ്ക്വയർ എന്നതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ root mean square fluctuation that is equal to root mean square fluctuation. Root mean square fluctuation is equal to എന്താണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ എഫ് സ്ക്വയർ, എക്സ്പെക്റ്റേഷൻ ക്ലോസ് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ മൈനസ് എഫ് സ്ക്വയർ റൂട്ട് എന്നതായിരിക്കും നമുക്ക് കിട്ടാം. ദെൻ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ, റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ is equal to, that is equal to square root of expectation of f square divided by എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ്. അപ്പോൾ ഇത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള തിയറിയാണ് ഫ്ലക്ച്വേഷൻ. നമുക്ക് ഇതിൽ കാണാനുള്ളത് എനർജീൻ്റെ കേസ്, എഫ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മളിവിടെ എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും, അതായത് അതായിരിക്കും നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിൻ്റെ കേസിലുള്ള റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ കാണാം, അതിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് ആ ഒരു ഐഡൻറ്റിക്കൽ ആവാനുള്ള കാരണം എന്നുള്ളത് ഇതിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ കാണണം, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ്. ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഇക്വലൻസ് എന്നുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു ആൻസർ നമുക്കവിടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ ബേസിക് തിയറി. ഇനി നമ്മൾ ഇതിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാണ്, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാൻ പറഞ്ഞാൽ സിഗ്മ ആർ ഇ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്നതാണ് യുടെ വാല്യൂ, അതായത് ഇൻറ്റേർണൽ എനർജിയുടെ വാല്യൂ. ഇതൊരു ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, നൗ വി ആർ കാൽക്കുലേറ്റ് ഡോ യു ഡിവൈഡ് ബൈ ഡോ ബീറ്റ. ഡോ യു ഡിവൈഡ് ബൈ ഡോ ബീറ്റ നമുക്ക് കാണേണ്ടത്. സോ വി ആർ അപ്ലൈയിങ് ദ പ്രോഡക്റ്റ് റൂൾ. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ, ഡിനോമിനേറ്ററിലെ ടേം ഫസ്റ്റ് ഫംഗ്ഷനാക്കി കൺസിഡർ ചെയ്യാം, ഓർ അതർവൈസ് ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഒന്നുകിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഒരു ബെറ്റർ തോന്നുന്നത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1 ഡിവൈഡ് ബൈ സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഡോ ഡിവൈഡ് ബൈ ഡോ ബീറ്റ സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു ഇ
ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സിഗ്മ ആർ ഇ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് second function, that is 1 divided by sigma r e raised to minus beta er. Okay, then that is equal to 1 divided by sigma r e raised to minus beta er into then derivative of this function with respect to beta. So sigma r e raised to minus beta er into minus er. വിത്ത് റെസ്പെക്ട് ടു ബീറ്റയാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അവിടെ ഇ ആർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. പ്ലസ് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു ദിസ് ഡെറിവേറ്റീവ്. ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് തന്നെ -1 ഡിവൈഡഡ് ബൈ സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ ആർ ഇ ആർ. ഓക്കെ, സിഗ്മേൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി സിഗ്മ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ദിസ് വൺ നമുക്ക് ഈ രീതിയിൽ നമുക്ക് റിലേഷൻ കിട്ടും. ഓക്കെ, സോറി, ഒരു പ്രശ്നം കൂടിയുണ്ട്. സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു മൈനസ് ഇ ആർ എന്നതായിരിക്കും നമുക്ക് വരിക. കാരണം ആദ്യം 1/xൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ എക്സ്പൊണൻഷ്യൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ എക്സ്പൊണൻഷ്യൻ്റെ കേസിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ആർ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ 1/x -1/x² ഫോമിൽ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്തു. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്, അതിൻ്റെ കേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്തു. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും കേട്ടോ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്പൊണൻഷ്യൻ്റെ ടേംസിലുള്ള എക്സ്പൊണൻഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം, സിഗ്മ ആർ ഇവിടെ വരുന്നുണ്ട് ന്യൂമറേച്ചറിൽ, പിന്നെ ഇ ആർ ഇവിടെ ഇ ആർ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇ ആർ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡഡ് ബൈ സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ പ്ലസ് മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. സിഗ്മ ആർ ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും സിഗ്മ ആർ വരുന്നുണ്ട്, ഇ ആർ വരുന്നുണ്ട്, എക്സ്പൊണൻഷ്യൽ ഓഫ് ദിസ് ക്വാണ്ടിറ്റി വരുന്നുണ്ട്, ഇവിടെയും ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ട വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ, അത് രണ്ടിട്ടും വരുന്നുണ്ട്. ഇവിടെയും ഈ ഒരു ക്വാണ്ടിറ്റി വരുന്നുണ്ട്, പിന്നെ ഇവിടെ സിഗ്മ ആർ ഇ ആർ എക്സ്പൊണൻഷ്യൽ ഓഫ് ദിസ് വൺ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്വയർ ആക്കി എഴുതണം, ഡിവൈഡഡ് ബൈ സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ, അതിന് സ്ക്വയർ വരുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് മൊത്തമായിട്ട് സ്ക്വയർ എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ദിസ് വൺ. ഇതൊരു എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാനുള്ള റിസൾട്ടാണ് ഏതിൻ്റെ ഇ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേംസിൻ്റെ. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡഡ് ബൈ സിഗ്മ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്നതാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, അതുപോലെ ഇവിടെ ഇ ആർ എന്ന് പറയുന്ന സ്ക്വയർ വാല്യൂയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പ്ലസ് ഇവിടെ നോക്കാം, ഇതും ഈ പ്രോഡക്റ്റ് സ്ക്വയർ പോട്ടെ, ഇവിടെ നോക്കാം, ഇതും ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണേണ്ട റിലേഷനാണ് ഇ ആറിൻ്റെ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ ആർ പിന്നെ ഒരു സ്ക്വയർ വരുന്നുണ്ട്, ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഡോ യു ഡിവൈഡഡ് ബൈ ഡോ ബീറ്റ ഇസ് ഈക്വൽ ടു ദിസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ ആർ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലാണ് സ്ക്വയർ, ഇവിടെ എക്സ്പെക്റ്റേഷൻ്റെ പുറത്താണ് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞ ബേസിക് റൂൾ പ്രകാരം ഇവിടെ ഈ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ത് റെസ്പെക്റ്റ് വിത്ത് എഫിൻ്റെ ടേംസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയണം. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് എങ്ങനെ എ ആറിന് പകരം എഫ് അപ്ലൈ ചെയ്താൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ ഇ സ്ക്വയർ, അതായത് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ആണ് എന്ത്, ദിസ് ക്വാണ്ടിറ്റി, ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് എനർജി.
അപ്പോൾ ഡെൽറ്റ ഇ അതിൻ്റെ സ്ക്വയർ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്, ഒരു നെഗറ്റീവ് ഉണ്ടാവും, അത് നമ്മളിവിടെ എഴുതി. സോ ഡോ യു ഡിവൈഡ് ബൈ ഡോ ബീറ്റ ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ റിലേഷൻ വെച്ച് നമ്മൾ തുടങ്ങാം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ ഇ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ഡിവൈഡ് ബൈ ഡോ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ഡിവൈഡ് ബൈ ഡോ ബീറ്റ എന്നെഴുതാം, ഇൻറ്റു യു. ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ബീറ്റ എന്നെഴുതാം. സോറി, ഡോ യു ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ഡിവൈഡ് ബൈ ഡോ ബീറ്റ എന്ന് നമുക്ക് എഴുതാം. അത് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തു. ഇനി ഡോ ടി ഡിവൈഡ് ബൈ ഡോ ബീറ്റ എന്ന് പറഞ്ഞത് എന്താണ്? കെ ടി സ്ക്വയർ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ ടി ഡിവൈഡ് ബൈ ഡോ ബീറ്റ സീക്വൽ ടു ഡോ ഡിവൈഡ് ബൈ ഡോ ബീറ്റ ഇൻറ്റു ബീറ്റ സീക്വൽ ടു 1 ബൈ കെ ടി ആണ്. ഫ്രം ടി സീക്വൽ ടു 1 ഡിവൈഡ് ബൈ കെ ബീറ്റ. അപ്പോൾ 1 ഡിവൈഡ് ബൈ കെ ബീറ്റ. ഇതിന് നമുക്ക് കെ ടി സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്കിവിടെ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി സ്ക്വയർ. മൈനസ് കെ ടി സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ആ ഒരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് ഡോ യു ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു മൈനസ് കെ ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടി സ്ക്വയർ ഡോ യു ഡിവൈഡ് ബൈ ഡോ ടി. ദിസ് ഈസ് ദ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ. മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്, കെ ടി സ്ക്വയർ ഡോ യു ഡിവൈഡ് ബൈ ഡോ ടി. ദെൻ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഈക്വൽ ടു കെ ടി സ്ക്വയർ ഇൻറ്റു സി വി, where CV is the specific heat capacity, that is the value of 3/2 Nk. Okay, so substituting this quantity we get kT square into 3/2 Nk, that is the mean square fluctuation. Mean square fluctuation that is equal to mean square fluctuation is equal to 3 nkt square into 3/2 nk, that is equal to 3/2 nk square t square. This is the value for the mean square fluctuation. So we find the relative root mean square fluctuation, that is relative root mean square fluctuation in energy, that is equal to square root of expectation of delta E square divided by expectation of E, that is equal to square root of expectation of delta E square divided by internal energy, that is U. CV is equal to 3/2 nk ആണെങ്കിൽ U is equal to എന്തായിരിക്കും? 3/2 nkt എന്നതായിരിക്കും നമ്മുടെ റിസൾട്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് മുമ്പ് ഈ വാല്യൂ കൊടുക്കണം. അപ്പോൾ റൂട്ട് ഓഫ് 3/2 nk സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3/2 nkt എന്നുള്ള റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം. റൂട്ട് 3/2 വരുന്നുണ്ട്, റൂട്ട് n വരുന്നുണ്ട്, കെ ടി വരുന്നുണ്ട്. കെ ടിക്ക് റൂട്ട് ഉണ്ടാവില്ല, കാരണം കെ സ്ക്വയറും ടി സ്ക്വയറും ആണ്. ഇവിടെ 3/2 വരുന്നുണ്ട്, n വരുന്നുണ്ട്, കെ ടി വരുന്നുണ്ട്. കെ ടിയും ക്യാൻസൽ ചെയ്ത് പോവും. ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/√n. 1/√n എന്നുള്ള റിസൾട്ട് നമ്മളിലേക്ക് എത്തുന്നതുകൊണ്ട് നമുക്ക് റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3n ഡിവൈഡഡ് ബൈ 2 എന്നതായിരിക്കും. It is directly proportional to root mean square fluctuation is equal to directly proportional to 1/√n. From this, n is the number of particle or number of the particle in the system. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കിട്ടി. ഇതിൽ n എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഏകദേശം 1/23 എന്നുള്ളൊരു ഓർഡറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ലാർജ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി ഓർഡറിലാണ്. അതുകൊണ്ട് തന്നെ 1/√n ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി നെഗ്ലിജിബിൾ. സോ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഇൻറ്റേർണൽ എനർജി, ദാറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് എനർജി. ദാറ്റ് ഈസ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്
ഡെൽറ്റ ഇ സ്ക്വയർ റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആവറേജ് വാല്യൂ ഓഫ് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഇൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് നെഗ്ലിജിബിൾ. ദസ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് എ സിസ്റ്റം ഇൻ കനോണിക്കൽ എൻസെമ്പിൾ, നമ്മൾ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലാണ് കാണുന്നത്, ആസ് ആൻ എനർജി equal to or almost equal to the mean energy or internal energy. So this situation in this example practically the same as the microcanonical ensemble where U is fixed. കാരണം internal energy എന്ന് പറയുന്നത് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആണ്. ദറ്റ് ഈസ് ആൻ ആവറേജ് വാല്യൂ, ദറ്റ് ഈസ് എ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. അതുപോലെ നമുക്ക് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ നമുക്ക് എനർജി ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നതും ഇൻറ്റേർണൽ എനർജിക്ക് ഇക്വലൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ദിസ് ടു ഫോർമാലിസം, അതായത് കനോണിക്കൽ എൻസെമ്പിളിൽ നമുക്ക് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിക്ക് ഇക്വലൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ മൈക്രോ കനോണിക്കൽ ഇൻറ്റേർണൽ എനർജി പറയുന്നത് ഓൾറെഡി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ രണ്ട് ഫോർമാലിസത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ. സോ ഈ ഒരു കാരണം കൊണ്ടാണ് രണ്ട് എൻസെമ്പിളിലും നമുക്ക് ഒരു ഐഡൻറ്റിക്കൽ റിസൾട്ട് കിട്ടാനുള്ള കാരണം. ഓക്കെ, അതായത് ഈ രണ്ട് എൻസെമ്പിളിലും പ്രാക്ടിക്കലി ഐഡൻറ്റിക്കൽ റിസൾട്ട് കിട്ടാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഐഡൻറ്റിക്കൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനർജി ഫ്ലക്ച്വേഷന് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കനോണിക്കൽ എൻസെമ്പിൾ വെച്ചിട്ടും അതുപോലെ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ വെച്ചിട്ടും രണ്ട് ഫോർമാലിസ് ആണ്. പക്ഷേ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് രണ്ട് റിസൾട്ടിലും അല്ലെങ്കിൽ രണ്ട് എൻസെമ്പിൾ വെച്ചിട്ടും നമുക്ക് ഒരേ ഒരു അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് ലീഡ് ചെയ്യാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എനർജി ഫ്ലക്ച്വേഷനാണ്. ഈ ഫ്ലക്ച്വേഷൻ നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് എനർജി എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് എനർജിക്ക് ഇക്വലൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രോബബിലിറ്റി ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റി ഓഫ് സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നമുക്കറിയാം. ആ ഒരു രീതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഫർദർ അണ്ടർസ്റ്റാൻഡ് this situation P of E is equal to or directly proportional to e raised to minus beta E G of E എന്നതാണ് പ്രോബബിലിറ്റിയുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എക്സ്ട്രീമം വാല്യൂവിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എക്സ്ട്രീമം ആണെന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. എച്ച് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പ്രോബബിൾ വാല്യൂ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്നാണ് പറയുക. ഈ ഒരു വാല്യൂവിൽ എക്സ്ട്രീമമാണ്, ദാറ്റ് ഈസ് പ്രോബബിൾ വാല്യൂ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ പി ഓഫ് ഇ എന്ന് പറയുന്നത് ഇ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എക്സ്ട്രീമം ആണെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്ട്രീമം ആണെങ്കിൽ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഡോ പി ഡിവൈഡഡ് ബൈ ഡോ പി ഇ ഓ ഡിവൈഡഡ് ബൈ ഡോ ഇ അറ്റ് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മളിവിടെ പി ഓഫ് ഇ എന്ന് പറഞ്ഞത് ഇവിടെ റിസൾട്ട് ഉണ്ട്, ദാറ്റ് ഈസ് ഡോ ഡിവൈഡ് ബൈ ഡോ ഇ ഇ റെസ്റ്റ് ടു മൈനസ് ബീറ്റ ഇ ജി ഓഫ് ഇ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അറ്റ് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇ റെസ്റ്റ് ടു മൈനസ് ബീറ്റ ഇ ഇൻറ്റു ഡി ജി ഓഫ് ഇ ഡോ ഇ ഡിവൈഡ് ബൈ ഡോ ഇ പ്ലസ് ജി ഓഫ് ഇ ഇൻറ്റു ഇ റെസ്റ്റ് ടു മൈനസ് ബീറ്റ ഇ ഇൻറ്റു ഡോ ഇൻറ്റു മൈനസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അറ്റ് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റെസ്റ്റ് ടു മൈനസ് ബീറ്റ ഇ ഡോ ജി ഓഫ് ഇ ഡിവൈഡ് ബൈ ഡോ ഇ മൈനസ് ബീറ്റ ജി ഓഫ് ഇ ഇ റെസ്റ്റ് ടു മൈനസ് ബീറ്റ ഇ അറ്റ് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, രണ്ട് സൈഡിലും ഇ റെസ്റ്റ് ടു മൈനസ് ബീറ്റ ഇൻ്റെ ക്യാൻസൽ ചെയ്ത് പോയി. സോ വി ഗെറ്റ്
dou G of E divided by dou E at E is equal to E star, that is equal to beta G of E എന്ന് നമുക്ക് എഴുതാം. സോ ഇത് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോ ജി ഓഫ് ഇ ഡിവൈഡ് ബൈ ഡോ ഇ ഈസ് ഈക്വൽ ടു ബീറ്റ ജി ഓഫ് ഇ എന്നതാണ്. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഡോ എൽ എൻ ഓഫ് ജി ഓഫ് ഇ ഡിവൈഡഡ് ബൈ ഡോ ഇ അറ്റ് ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ, that is equal to beta. Okay, this is equation number A. ഇനി ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേജ് ഉണ്ട്. സോ എൻട്രോപ്പി ക്യാൻ ബി ഡിഫൈൻ ആസ് കെ ഇൻറ്റു എൽ എൻ ഓഫ് ജി ഓഫ് ഇ. നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ എൻട്രോപ്പി ക്യാൻ ബി ഡിഫൈൻ ആസ് കെ ഇൻറ്റു എൽ എൻ ഓഫ് ജി ഓഫ് ഇ. ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടി ഡി എക്സ് is equal to ഡി ഇ പ്ലസ് പി ഡി വി മൈനസ് മ്യൂ ഡി എൻ. From this, dou S divided by dou E at energy is equal to internal energy, that is equal to 1 by T. Okay, entropy can be equal to this one. So dou K ln of G of E divided by dou E at E is equal to U, that is equal to 1 by T. From this, dou ln of G of E divided by dou E at E is equal to U, that is equal to 1 by KT, that is equal to beta. This is equation number B. So comparing equation number A and B, we can write that E star is equal to U, that is most probable value of energy, that is equal to average value of energy. ഈ റിസൾട്ടാണ് നമ്മൾ എനർജി ഫ്ലക്ച്വേഷൻ്റെ കേസിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് എനർജി ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഓഫ് എനർജി. ഇനി നമുക്ക് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കനോണിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗോസിയൻ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.